നിങ്ങളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം എത്ര നാളുകൾക്കുള്ളിൽ സാധ്യമാവും എന്നുള്ളത് നോക്കാം. അതിൻ്റെ ഒരു ടൈം പീരീഡാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ 3 കാർഡ്സ് വെച്ചിട്ടുണ്ട്. കാർഡ് നമ്പർ 1, കാർഡ് നമ്പർ 2 ആൻഡ് കാർഡ് നമ്പർ 3. അപ്പോൾ ഈ 3 കാർഡ്സിൽ നിന്ന് ഒരു കാർഡ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ നമുക്കിനി നോക്കാം കാർഡ് നമ്പർ 1 തിരഞ്ഞെടുത്തവർക്ക് എന്താണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണോ അത് വരുന്ന കുറച്ചാഴ്ചകൾക്കുള്ളിൽ നിങ്ങൾക്ക് സാധ്യമാകാൻ പോകുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലക്ഷണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് നോക്കാം കാർഡ് നമ്പർ 2 എന്താണെന്നുള്ളത്. ഓക്കെ, എ ഇയർ ഫ്രം നൗ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ മുതൽ ഒരു വർഷത്തിനുള്ളിലാണ് അത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കുറച്ചൊരു ലോങ് പീരീഡ് ഉണ്ട്. ആൻഡ് നമുക്ക് കാർഡ് നമ്പർ 3 എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇൻ ദ നിയർ ഫ്യൂച്ചറാണ്, സമീപ ഭാവിയിൽ തന്നെ നടക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് ഉടനടി എന്നുള്ള ഒരു കാര്യമാണ്. ഓൾമോസ്റ്റ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 മന്ത്സിനുള്ളിൽ ആ ഒരു ടൈം പീരീഡിനകത്ത് നിങ്ങൾക്കത് നടന്നു കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്രയും വേഗം നടന്നു കിട്ടാനായിട്ട് യൂണിവേഴ്സിനോട് തന്നെ ആവശ്യപ്പെടുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്.